ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഏറെ യൂസ്ഫുള്ളായി തോന്നിയ പ്രോഡക്റ്റുകളാണ്. അതുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ഈ ഒരു നെറ്റിൻ്റെ ലിഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഏറെ യൂസ്ഫുള്ളായി തോന്നിയ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പാലൊക്കെ തിളപ്പിക്കാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ആവിയൊക്കെ പിന്നെ പുറത്തോട്ട് പോകുകയും ചെയ്യും. നല്ല സുഖമാണ് കേട്ടോ. പെട്ടെന്ന് പാല് തണുക്കുകയും ചെയ്യും. അതിലോട്ട് ഒന്നും കച്ചറൊന്നും വീയൂല. അപ്പോൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ അടച്ചു വെക്കാൻ നമുക്ക് ഏറെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ലിഡ് തന്നെയാണിത്. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുരുമ്പൊന്നും പിടിക്കുന്നില്ല. കുറേ ദിവസമായി ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഏകദേശം ഒരു 3 മാസത്തോളമായിട്ട് അത് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇത് കണ്ട പാലൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതുപോലെ അടച്ചു വെക്കുകയാണെങ്കിൽ പാല് പെട്ടെന്ന് ചൂടാറി കിട്ടും. അതുപോലുള്ള എന്ത് ഇതായാലും നമുക്കിതുപോലെ ഇത് വെച്ചിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ കറിയൊക്കെ ആയാലും നമുക്ക് വേഗം ചൂടാറി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് വെച്ച് അടച്ചാൽ മതി. പിന്നെ ആവിയൊന്നും വന്നിട്ട് അതിലോട്ട് തന്നെ ആവുകയില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ പ്രഷറൊക്കെ പുറത്തോട്ട് പോകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാറി കിട്ടുകയും ചെയ്യും. കറികളൊന്നും അധികം പെട്ടെന്ന് കേടാവത്തില്ല. ഇനിയിപ്പോൾ ചോറ് ഊറ്റിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് അടച്ചു വെക്കുകയാണെങ്കിലും ചോറിലുള്ള ആവിയൊക്കെ പുറത്തോട്ട് പോവുകയും ചെയ്യും. ചോറ് പെട്ടെന്ന് തണിഞ്ഞു കിട്ടുകയും ചെയ്യും. പിന്നെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും വരികയില്ല കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് അടച്ചു കൊടുക്കുക. അത് 3 എണ്ണം ഉണ്ട്. 3 ലിഡാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ നെറ്റിൻ്റെ. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലുള്ള മൈക്രോ ഫൈബറിൻ്റെ ക്ലീനിങ് ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയതാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ക്ലോത്ത്. ഇത് വെച്ചിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പും അതുപോലെ എല്ലാ സംഭവം ഫർണിച്ചർ ആയാലും പിന്നെ നാനോ വൈറ്റ് ആയാലും എല്ലാം തുടച്ചാലും നല്ല വൃത്തിയാണ്. പിന്നെ എൻ്റെ കിച്ചൺ ആണെങ്കിൽ സ്റ്റീൽ കിച്ചണാണ്. അതൊക്കെ ഞാൻ ഇത് വെച്ചിട്ടാണ് തുടക്കുന്നത്. അപ്പോൾ ഓരോരോ സംഭവങ്ങൾ തുടക്കാൻ ഓരോരോ ക്ലോത്തായിട്ട് വെച്ചാൽ മതി. അപ്പോൾ കൗണ്ടർ ടോപ്പ് തുടക്കുന്ന തുണി കൊണ്ട് ഫർണിച്ചറൊന്നും തുടക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ സ്റ്റീൽ കിച്ചണാണ് ഞാൻ തുടക്കുന്നതെങ്കിൽ അത് ആ ഒരു ക്ലോത്ത് കൊണ്ട് അത് മാത്രമേ തുടക്കാറുള്ളൂ. അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒന്ന് എടുത്തത് ഒന്ന് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇതൊക്കെ ഫർണിച്ചർ തുടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഫർണിച്ചർ തുടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചുമരും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡൊക്കെ തുടക്കട്ടോ. പക്ഷേ ഈ കൗണ്ടർ ടോപ്പ് തുടച്ചതാകുമ്പോൾ അതിൽ ഓയിൽ ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ കിച്ചണിലാവുമ്പോൾ. അപ്പോൾ അത് വെച്ചിട്ട് വേറെ ഒന്നും തുടക്കരുത്. അത് കൗണ്ടർ ടോപ്പ് തുടക്കാൻ മാത്രമായിട്ട് ആക്കട്ടോ. അപ്പോൾ ഈ ചുമരൊക്കെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടക്കുമ്പോൾ പൊടിയൊക്കെ പെട്ടെന്ന് നീറ്റായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ സ്വിച്ച് ബോർഡ് പൊടിയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അതുപോലെ ഡോറ് അതുപോലെ ഇതുപോലെയുള്ള ഷോക്കേസിൻ്റെ ഗ്ലാസ് ഇതുപോലെ എന്ത് സംഭവമായാലും തുടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും. നമ്മൾ സാധാരണ കോട്ടൺ ക്ലോത്ത് കൊണ്ട് തുടക്കുന്നതിലേറെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് തുടക്കാനും കഴിയും. പിന്നെ പിന്നെ അത് തുടച്ചതിന് ശേഷം നമുക്ക് ഇതിലുള്ള പൊടിയൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് മുക്കി കളഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഇതിൽ പിടിക്കില്ല. അതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. മറ്റേത് കോട്ടൺ ക്ലോത്ത് കൊണ്ട് നമ്മൾ തുടക്കുന്ന സമയത്ത് അത് ക്ലീൻ ആക്കാനും ഭയങ്കര ബുദ്ധിമുട്ടില്ല. അതിലുണ്ട് പിടിച്ചിട്ടുണ്ടാകും പൊടികളൊക്കെ. ഇതിലങ്ങനെ പിടിക്കൂല. അങ്ങനൊരു ഗുണം കൂടി ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തിന് ഉണ്ട് കേട്ടോ. അതുപോലെ നാനോ വൈറ്റ് എല്ലാം ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യാറുള്ളത്. ഓരോന്ന് ക്ലീൻ ചെയ്യാൻ ഓരോരോ ക്ലോത്ത് വെച്ചിട്ടാണ് ഉള്ളത്. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നുകൊണ്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു നാനോ വൈറ്റൊക്കെ തുടക്കുന്ന തുണി കൊണ്ട് വേറെ ഉള്ളതൊന്നും തുടക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത്രക്ക് ഈ ഒരു വൈറ്റിമേൽ എന്ത് കച്ചറ ഉണ്ടെങ്കിലും പെട്ടെന്ന് കാണുകയും ചെയ്യും. പിന്നെ ക്ലീൻ ആവാഞ്ഞാലൊക്കെ പെട്ടെന്ന് തന്നെ വൈറ്റ് കളറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറിയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യുന്ന തുണി കൊണ്ട് ഇത് മാത്രം ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് പിന്നെ ഈ സ്റ്റീൽ കിച്ചൺ ക്ലീൻ ചെയ്യാനും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് നമ്മൾ ഇതുണ്ടല്ലോ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ ഫെയറിയോ അതുപോലെ എന്തെങ്കിലും ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ഒഴിച്ച ശേഷം നമുക്ക് ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഇതിൽ മുക്കിയിട്ട് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ ഫുൾ ഒഴിവാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ക്ലീനായിട്ട് പുതിയതുപോലെ വെട്ടിത്തിളങ്ങും. എത്ര കച്ചറ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഒറ്റ തുടച്ചാൽ തന്നെ നല്ല വൃത്തിയായി കിട്ടും. കണ്ടോ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ അങ്ങനത്തിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു ക്ലോത്ത് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലുള്ള ഒരു ബ്രഷാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി ക്ലീനിങ് ബ്രഷാണ് കേട്ടോ. നമുക്ക് ഈ സിങ്ക് വാഷ് ബേസിനൊക്കെ കഴുകാൻ. അപ്പോൾ ഇതിന് ഇവിടെ ഒരു അടപ്പ് തുറന്നാൽ ഇതിൽ നമുക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി വെക്കുക.
അതിനുശേഷം നമുക്ക് ഈ അടപ്പ് അടച്ചിട്ട് നമുക്ക് എവിടെയാണോ ഇത് വെച്ചിട്ട് ബ്രഷ് ചെയ്യേണ്ടത് അവിടെ നിന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. സിങ്ക് അതുപോലെ തന്നെ വാഷ് ബേസിന് ഒക്കെ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ നല്ല ഈസിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ ഈ നമ്മൾ ലിക്വിഡ് ഉണ്ടല്ലോ അത് താഴോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും ഒക്കെ സുഖമാണ്. പിന്നെ നമുക്ക് വേറൊരു സോപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നമ്മൾ ലിക്വിഡും അതുപോലെ വെള്ളം മിക്സ് ചെയ്തിട്ട് ചെയ്തതുകൊണ്ട് തന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയാൽ മതി. ഇനി ആ ലിക്വിഡ് കഴിയുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ അടപ്പ് തുറന്നിട്ട് കുറച്ച് ലിക്വിഡും കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും ചെയ്താൽ മതി. എന്തായാലും ഒരു 3-4 കൈകളിനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഡെയിലി നമുക്ക് ഇതുപോലെ വാഷ് ബേസിനും അതുപോലെ സിങ്കൊക്കെ ഒന്നൊക്കെ തേച്ച് കഴുകാനൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിലുള്ള ചെളികളൊക്കെ എച്ചിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ ഈ ഒരു ബ്രഷ് നല്ല സുഖമാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡെയിലി ഇതുപോലെ ഒന്ന് വാഷ് ബേസിനൊന്ന് ഈ ഒരു ബ്രഷ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കഴുകിയാൽ മതി. നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ സോപ്പിൻ്റെ ആവശ്യം വരുമ്പോൾ ആ നടുവിലുള്ള ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താലും മതി. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രഷ് തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിൽ പിൻ ചെയ്തും വെക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ അതിൽ നോക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു റൊട്ടേറ്റിംഗ് കിച്ചൺ ട്രേ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഇതുപോലുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതുപോലെ ഞാൻ പെരിഞ്ജീരകം അതുപോലെ തന്നെ ചെറിയ ജീരകം, ഉലുവ, കടുക്, പിന്നെ അങ്ങനത്തെ സംഭവങ്ങൾ, ഗരം മസാല, പെപ്പർ പൗഡർ, അങ്ങനെയൊക്കെ ഒക്കെ ചെറിയ ടിന്നിലാക്കിയിട്ട് ഇതിൽ വെക്കാറാണ് പതിവ്. അപ്പോൾ നമുക്കിത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി വെച്ചാൽ നമുക്കിതിനൊന്നും പിന്നെ വേറെ പോകേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ജോലികൾ തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ, പെപ്പർ പൗഡർ, ഗരം മസാല, പിന്നെ ഉലുവ, കടുക്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് സ്റ്റൗവിൻ്റെ അടുത്ത് ഇതുപോലെ ഓയിൽ വെച്ച ഈ ഒരു റാക്ക് ഉണ്ടല്ലോ, ഈ ഓയിലിൻ്റെ ബോട്ടിലും അതുപോലെ ആ റാക്കൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് ഞാൻ എൻ്റെ ഹോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. പിന്നെ അതുപോലെ ഇത് ഞാൻ മീഷോ ഒന്ന് വാങ്ങിച്ചത് തന്നെയാണ്. നമ്മുടെ വുഡിൻ്റെ സ്പൂണും ഇതൊക്കെ വെക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മസാലേൻ്റെ ബോക്സും ഞാൻ മീഷോ ഒന്ന് വാങ്ങിച്ചത് തന്നെയാണ്. ഞാൻ ഇതിന് കുറേ മുമ്പ് ഞാൻ അതിൻ്റെ ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ സ്റ്റൗവിൻ്റെ അടുത്താണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ജോലികൾ തീർക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് മസാല പൗഡേഴ്സും അതുപോലെ ജീരകം, കടുക്, ഉലുവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഓയിലുണ്ട്, പിന്നെ അതുപോലെ ചായ ഉണ്ടാക്കണമെങ്കിൽ ചായപ്പൊടി, പഞ്ചസാര, പാൽപ്പൊടി എല്ലാം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ തീർന്നിട്ടോ. എല്ലാം അടുത്ത് തന്നെ എല്ലാ സംഭവങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.